എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കറിവേപ്പിനെ കുറിച്ചിട്ടാണ്. മലയാളിയുടെ നിത്യഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സസ്യമാണ് കറിവേപ്പ്. ഇതിൻ്റെ രുചിയും മണവും പരിഗണിച്ചാണ് അടുക്കളയിലെ നിത്യസാന്നിധ്യമായി കറിവേപ്പിനെ നാം അംഗീകരിച്ചത്. മുറായ കൊയിനിക്കി എന്നാണ് കറിവേപ്പിൻ്റെ ശാസ്ത്രീയ നാമം. 5 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു ചെറുവൃക്ഷമാണ് കറിവേപ്പ്. ഇതിൻ്റെ ഇലയിൽ അടങ്ങിയിരിക്കുന്ന ബാഷ്പശീലതൈലമാണ് സുഗന്ധം നൽകുന്നത്. ജീവകം എയുടെ ഏറ്റവും സമൃദ്ധമായ കലവറയാണ് കറിവേപ്പ്. കറിവേപ്പിൻ്റെ ഇലയും വേരിലെ തൊലിയുമാണ് പ്രധാനമായും ഔഷധയോഗ്യഭാഗം. ഉദരരോഗങ്ങൾക്കെതിരായ ഔഷധ ഗുണമാണ് കറിവേപ്പിൻ്റെ മുഖ്യ ആകർഷണത്വം. ദഹനശക്തിയെ ത്വരിതപ്പെടുത്താനും കൃമിദോഷങ്ങളെ ഇല്ലാതാക്കാനും കറിവേപ്പിലേക്കാവും. വയറുകടിക്കെതിരായ ഒറ്റമൂലി കൂടിയാണ് കറിവേപ്പ്. കറിവേപ്പില അരച്ച് മോരിൽ കലക്കി കുടിക്കുന്നത് ദഹനക്കേടിനും അരുചിക്കും ഉത്തമമാണ്. കറിവേപ്പിലയും മഞ്ഞളും അരച്ചു ചേർത്ത് തിളപ്പിച്ചെടുത്ത പാൽ കുടിച്ചാൽ ത്വക്ക് രോഗങ്ങൾക്ക് ശമനമുണ്ടാകും. അതുപോലെ തന്നെ കറിവേപ്പില ചതച്ചിട്ട് താറാമുട്ട എണ്ണ ചേർക്കാതെ പൊരിച്ചു കഴിച്ചാൽ വയറുകടിക്ക് ശമനമുണ്ടാകും. പ്രകൃതി ചികിത്സയിൽ പറയുന്ന 9 ഔഷധപത്രങ്ങളിൽ ഒന്നാണ് കറിവേപ്പില. ഇതിന് ഉദരരോഗങ്ങളെ ശമിപ്പിക്കാനുള്ള കഴിവുണ്ട്. കറിവേപ്പില ചതച്ചിട്ട് വെള്ളം കുടിക്കുന്നത് വിഷബാധയ്ക്ക് ഉത്തമമാണ്. ദഹനം മെച്ചപ്പെടുത്താനും മുടിയുടെ വളർച്ചയ്ക്കും പ്രമേഹം നിയന്ത്രിക്കാനും ഹൃദയാരോഗ്യം കാത്തുസൂക്ഷിക്കാനും കാഴ്ചശക്തിക്കും ഇത് വളരെ ഫലപ്രദമാണ്. കറിവേപ്പില അരച്ചു ചേർത്ത് വെളിച്ചെണ്ണ കാച്ചി തലയിൽ പുരട്ടുന്നത് മുടികൊഴിച്ചിൽ തടയാൻ സഹായിക്കുന്നു. ചർമ്മത്തിലെ അലർജിയും ചൊറിച്ചിലും മാറ്റാൻ കറിവേപ്പില തൈരിൽ അരച്ചു പുരട്ടാം. കറിവേപ്പില, ചുക്ക്, കുരുമുളക് എന്നിവ സമം ചേർത്ത് കഷായം വെച്ച് കുടിക്കുന്നത് പനിക്കും ദഹന പ്രശ്നങ്ങൾക്കും ഫലപ്രദമാണ്. കറിവേപ്പില ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളും കാർബസോൾ ആൽക്കലോയിഡുകളുമാണ് ഇതിന് സഹായിക്കുന്നത്. നിത്യേന ഉണ്ടാക്കുന്ന കറികളിലും മറ്റു വിഭവങ്ങളിലും കറിവേപ്പില അരച്ചോ അല്ലാതെയോ ചേർത്ത് ഉപയോഗിക്കുന്നത് പതിവാക്കുക. ദിവസവും 5-10 കറിവേപ്പില ചവച്ചരച്ച് കഴിക്കുന്നത് മുടിയുടെ ആരോഗ്യത്തിന് നല്ലതാണ്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ബൈ.